സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ. ആമേൻ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ. തിരുഹിതം പോ നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതല്ല, ദൈവമെല്ലാം തന്നതല്ലേ. ആമേൻ. നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതല്ല, ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥനു സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥനു സ്തുതി പാടിടാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ. തിരുഹിതം പോ. ആമേൻ. ഇനിയും കരുതിടണേ, ഇനിയും നടത്തണേ. തിരുഹിതം പോ. ഉയർത്തില്ലെന്ന് ശത്രുജനം വാദിക്കുമ്പോ തകർക്കുമെന്ന് ഭീതിയും മുഴക്കിടുമ്പോ. ആമേൻ. ഉയർത്തില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോ തകർക്കുമെന്ന് ഭീതിയും മുഴക്കിടുമ്പോ. പ്രവൃത്തിയിൽ വലിയവനേശുനാഥൻ, കൃപ നൽകും ജയഘോഷമുയർത്തിടുവാൻ. ആമേൻ. പ്രവൃത്തിയിൽ വലിയവനേശുനാഥൻ, കൃപ നൽകും ജയഘോഷമുയർത്തിടുവാൻ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം അതിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ. തിരുഹിതം പോ. ആമേൻ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ. ആമേൻ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ. തിരുഹിതം പോ. ആമേൻ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ. തിരുഹിതം പോ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ആമേൻ, 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 ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വൈകുന്നേര സമയം കർത്താവിൽ എൻ്റെ വചനവുമായി നിൽപ്പാൻ സർവശക്തനായ ദൈവം ഒരുക്കുന്ന നല്ല അവസരങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. റോസ് ഫാമിലി
FB പേജിൽ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ സർവശക്തൻ എൻ്റെയും ജീവിതത്തിൽ ഒരുക്കിയ നല്ല ഭാഗ്യത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. എന്നെ ഇതിലേക്ക് ക്ഷണിച്ച ദേവദാസി റോസലിൻ സുരേഷ്, ഡയറക്ടറായിരിക്കുന്ന പ്രിയ ദേവദാസിയോടുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ ലൈവിലൂടെ, ഈ പേജിലൂടെ കർത്താവിൻ്റെ വചനം ശ്രദ്ധിക്കുന്ന മറ്റ് അഭിഷിക്തന്മാർ, ദൈവജനം എല്ലാവർക്കും വേഗം വരുന്ന ക്രിസ്തയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള പ്രാരംഭ വന്ദനങ്ങളെ അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തു പ്രാപ്തനായതുകൊണ്ട് അവിടുന്ന് നമ്മെയും പ്രാപ്തനാക്കുന്ന, നമ്മെ യോഗ്യരാക്കി തീർക്കുന്ന ആ നല്ല കർത്താവ്, നാം യോഗ്യരല്ലാത്ത നമ്മെ പലതിനും നാം അയോഗ്യരായിരിക്കുമ്പോൾ, നന്മ പ്രാപിപ്പാൻ നാം യോഗ്യരല്ലാതിരിക്കുമ്പോൾ നമ്മെ ശക്തനാക്കുന്ന, നമ്മെ യോഗ്യനാക്കുന്നവനാണ് യേശു കർത്താവ്. വേദപുസ്തകത്തിൽ നമുക്കറിയാം, എബ്രായർക്ക് ലേഖനം നാം വായിക്കുമ്പോൾ 7-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു: യേശു കർത്താവ് നമ്മെ രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാണ്. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ വേദപുസ്തകം പറയുന്നു, യേശു പൂർണ്ണമായി രക്ഷിപ്പാൻ യേശു പ്രാപ്തനാണ് എന്ന് നാം വായിച്ച വാക്യത്തിൽ വ്യക്തമായി കാണുവാൻ സാധിക്കും. അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ യേശു ക്രിസ്തു പ്രാപ്തനാകുന്നു. ഹീ ഈസ് ഏബിൾ ടു സേവ് അസ് ഫുള്ളി. നമ്മെ പൂർണ്ണമായി ഭാഗികമായല്ല, വേദപുസ്തകം പറയുന്നത് പൂർണ്ണമായി നമ്മെ രക്ഷിപ്പാൻ കഴിവുള്ള ആ ദൈവത്തെയാണ് നാം ആരാധിക്കുന്ന ദൈവം, നാം സേവിക്കുന്ന ദൈവം. പ്രാപ്തനായ ദൈവം, കഴിവുള്ള ദൈവം, യോഗ്യനായ ദൈവം. ഈ പ്രാപ്തൻ എന്ന വാക്കിന് പല വിപരീത അർത്ഥങ്ങളുണ്ട്, പല അർത്ഥങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രാപ്തൻ എന്ന് പറയുമ്പോൾ യോഗ്യൻ, പ്രൈസ് ദി ലോർഡ്. പ്രാപ്തൻ എന്ന് പറയുമ്പോൾ കഴിവുള്ളവൻ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവം നമ്മെ രക്ഷിപ്പാൻ അവിടുന്ന് യോഗ്യനാണ്, പ്രാപ്തനാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളുടെ ആ വിഷയങ്ങളുടെ മേൽ പ്രവർത്തിപ്പാൻ കഴിവുള്ള പ്രാപ്തനായ ദൈവത്തെ അത്രേ നാം ആരാധിക്കുന്ന ദൈവം. നമ്മെ നടത്തുവാൻ, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ ആ നമ്മുടെ വിഷയങ്ങളുടെ മേൽ പല പ്രശ്നങ്ങളിലൂടെ നാം കടന്നു പോകുന്നവരാണ്, പലവിധ ഭാരങ്ങളിലൂടെ നാം കടന്നു പോകുന്നവരാണ്. പക്ഷേ യേശു കർത്താവുണ്ടല്ലോ, അവിടുന്ന് നിങ്ങളുടെ ഏത് വിഷയത്തിൻ്റെ മേലും, ഏത് അവസ്ഥയുടെ മേലും, ഏത് കാര്യത്തിൻ്റെ മേലും പരിഹാരം വരുത്തുവാൻ, വിഷയത്തിന് വിടുതൽ നൽകുവാൻ യേശു കർത്താവ് അവിടുന്ന് പ്രാപ്തനാണ്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ആ അന്തസ്സത്ത, ആ ആത്മീകത നാം മനസ്സിലാക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നാം വെളിപ്പെടുവാനിടയായിത്തീരും. ക്രിസ്തുവിൻ്റെ ആ വല്ലഭത്വത്തെ, ക്രിസ്തുവിൻ്റെ ആ ആസ്തിക്യത്വത്തെ, ദൈവത്തിൻ്റെ ആ സ്വഭാവ ഗുണത്തെ നാം മനസ്സിലാക്കുമ്പോൾ, ദൈവത്തിൻ്റെ എബിലിറ്റി, യു അണ്ടർസ്റ്റാൻഡ് ദ എബിലിറ്റി ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ കഴിവുകളെ നാം മനസ്സിലാക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായിത്തീരും. പലർക്കും തങ്ങൾ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി അറിയത്തില്ല, തങ്ങൾ സേവിക്കുന്ന ദൈവത്തിൻ്റെ വല്ലഭത്വത്തെ മനസ്സിലാക്കാത്തത് കൊണ്ട്, ദൈവിക മഹത്വത്തെ അവർ അറിയാത്തത് കൊണ്ട്, ദൈവിക പ്രവൃത്തി അവർക്ക് കാണുവാൻ കഴിയുന്നില്ല. നാം ആരാധിക്കുന്ന ദൈവം ആരാണ്? നാം ആരാധിക്കുന്ന ദൈവത്തിൻ്റെ വല്ലഭത്വത്തെ, അവൻ സർവശക്തനെന്നും സകലതും ചെയ്യുവാൻ പ്രാപ്തനെന്നും നാം മനസ്സിലാക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ നമ്മുടെ വിഷയങ്ങൾ നമുക്ക് വിഷയങ്ങളായി തോന്നത്തില്ല. നമ്മുടെ പ്രയാസങ്ങൾ നമുക്ക് നാശത്തിന് കാരണമായി തീരത്തില്ല. നമുക്ക് പറയാൻ കഴിയും, ഈ പ്രയാസങ്ങളെയും അതിജീവിപ്പിക്കുവാൻ, ഈ പ്രയാസങ്ങളിൽ എന്നെ രക്ഷിപ്പാൻ പ്രാപ്തിയുള്ള കർത്താവിനെ അത്ര ഞാൻ സേവിക്കുന്നത്. ഈ ബുദ്ധിമുട്ടുകളെ മാറ്റുവാൻ പ്രാപ്തനായ ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. പ്രയാസങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, ഭാരങ്ങൾ വരുമ്പോൾ ഒരു ദൈവ പൈതൽ പറയും, എന്നെ ഇതിൽ ശക്തനാക്കുവാൻ, എന്നെ ജയത്തോടെ നടത്തുവാൻ, എന്നെ വിജയകരമാക്കുവാൻ, എൻ്റെ ജീവിതത്തിൽ പുതിയ
പുതിയ വഴികളെ തുറക്കുവാൻ ആര് അടച്ചാലും ആര് എതിരായി നിന്നാലും എന്നെ പ്രാപ്തനാക്കുവാൻ പ്രാപ്തിയുള്ള ശക്തനായ സർവശക്തനായ ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്ന ദൈവം. അവിടെ നിന്ന് എന്നെ പ്രാപ്തനാക്കും. ഞാൻ ബലഹീനനാകുമ്പോൾ എന്നെ ശക്തീകരിക്കുന്ന, ഞാൻ നിർധനനാകുമ്പോൾ എന്നെ സഹായിപ്പാൻ ആരുമില്ലാതിരിക്കുമ്പോൾ, ഞാൻ ഒറ്റപ്പെടുമ്പോൾ, ജീവിതത്തിൻ്റെ മേഖലയിൽ ഞാൻ നിന്ദിക്കപ്പെടുമ്പോൾ എന്നെ മാനിക്കുന്ന, ശത്രുക്കളുടെ നടുവിൽ എന്നെ പ്രാപ്തനാക്കുന്ന, എന്നെ മാനിക്കുന്ന സർവശക്തൻ എന്നോട് കൂടെയുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ വേദനയിൽ ഭാരപ്പെട്ടു പോകത്തില്ല എന്ന് ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവ പൈതലിന് പറയുവാൻ കഴിയും. ദൈവത്തിൻ്റെ ആ സർവ വല്ലഭത്വത്തെ മനസ്സിലാക്കുന്ന, ദൈവത്തിൻ്റെ ആസ്തിക്യത്വത്തെ, ദൈവത്തിൻ്റെ ആ ദൈവികത്വത്തെ നാം മനസ്സിലാക്കുമ്പോൾ ഒരു ദൈവ പൈതൽ യേശു കർത്താവിനെ സേവിക്കുന്ന, ആരാധിക്കുന്ന ദൈവ പൈതലിൻ്റെ വിഷയങ്ങൾക്ക് അവന് പറയാൻ കഴിയും, ഇതിന് പരിഹാരം ഞാൻ കാണും. കാരണം ഞാൻ സേവിക്കുന്ന ദൈവം പരിഹാരം വരുത്തുന്നവനാണ്. ഞാൻ ആരാധിക്കുന്ന ദൈവം പ്രാപ്തിയുള്ള ദൈവമാണ്. എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, നമ്മുടെ ദൈവം പ്രാപ്തനായ ദൈവമാണ്. സകലതും പ്രവർത്തിപ്പാൻ വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, നമ്മുടെ ദൈവമോ സ്വർഗത്തിൽ വസിക്കുന്നു. അവൻ തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു. തൻ്റെ ഇഷ്ടത്തെ ഖണ്ഡിക്കുവാൻ ആർക്കും കഴിവുള്ളതല്ല. തൻ്റെ ആഗ്രഹങ്ങളെ ദൈവം തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു. നിങ്ങളുടെ ദൈവം എവിടെയൊന്ന് ജാതികൾ ചോദിക്കുന്നതെന്ത്? നമ്മുടെ ദൈവം സ്വർഗത്തിലുണ്ട്, അവൻ തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടത്തെ, നമ്മുടെ ഇഷ്ടങ്ങൾ പലപ്പോഴും നഷ്ടങ്ങളായി മാറുമ്പോൾ, നമ്മുടെ ഇഷ്ടങ്ങൾ ചിലപ്പോഴും പൂർത്തീകരണത്തിലേക്ക് വരാതിരിക്കുമ്പോൾ, നാം സേവിക്കുന്ന ദൈവമുണ്ടല്ലോ, അവിടുന്ന് തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ പദ്ധതിയെ, ദൈവത്തിൻ്റെ ആലോചനയെ, ദൈവത്തിൻ്റെ വചനത്തെ, ദൈവത്തിൻ്റെ വാക്കുകളെ ഖണ്ഡിപ്പാൻ ആർക്കും സാധ്യമല്ല. ദൈവത്തിൻ്റെ പദ്ധതികൾക്കെതിരായ ഒരു പദ്ധതികളില്ല. ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾക്കെതിരായ ഒരു ന്യായപ്രമാണമില്ല, ഒരു ആലോചനയില്ല. യഹോവയുടെ വചനത്തിനെതിരായ ഒരു പ്രവർത്തികളില്ല. കാരണം അവിടുന്ന് പ്രാപ്തനായ ദൈവത്തെയാണ് നാം ആരാധിക്കുന്ന ദൈവം. സകലതും നിർവഹിപ്പാൻ കഴിവുള്ള ദൈവം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിഷയങ്ങളുടെ മേൽ, നമ്മുടെ ആവശ്യങ്ങളെ പരിഹരിപ്പാൻ പ്രാപ്തനായ ദൈവത്തെയാണ് നാം ആരാധിക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. അവിടുന്ന് നമ്മുടെ വിഷയങ്ങളുടെ മേൽ, നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളുടെ മേൽ അവിടുന്ന് പരിഹാരം നൽകുവാൻ കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവപൈതലേ, നമ്മുടെ ദൈവം പ്രാപ്തനായ ദൈവം. വേദപുസ്തകം നാം വായിച്ച വാക്യത്തിൽ അങ്ങനെ തന്നെ പറയുന്നു. എബ്രായർക്ക് ലേഖനം നാം വായിച്ച വാക്യത്തിൽ 7-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം ഇപ്രകാരം നാം വായിച്ചു. അതുകൊണ്ട് താൻ മുഖാന്തരമായി ആർക്കു വേണ്ടി? ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി. those who come nearest God, ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി. അതാ വേദപുസ്തകത്തിൽ പറയും, എന്നോട് അടുത്തു വരുവിൻ, എന്നാൽ ഞാൻ നിങ്ങളോടും അടുത്തു വരും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി. ഇഫ് യു കം നിയറസ്റ്റ് ഗാഡ്, നിങ്ങൾ ദൈവത്തോട് അടുക്കുന്നവരാണെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ്. നാം ആരോടാണ് അടുത്തു വരുന്നത്? നാം ദൈവത്തോട് അടുത്തു വരികയാണെങ്കിൽ, യേശു പറയും വേദപുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവത്തോട് അടുത്തു വരും, എന്നാൽ അവൻ നിങ്ങളോടും അടുത്തു വരും. പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഫ്ലീ ഫ്രം യു, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തോട് അടുത്തു വരുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരുന്നതല്ല നാഥൻ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അടുത്തു പോകുമ്പോൾ നോക്കിക്കൊണ്ട് നിൽക്കുമെന്നല്ല വേദപുസ്തകം പറയുന്നത്. അവിടെ നമ്മുടെ അവിടെ നിന്നും ഹി വിൽ മൂവ്. അവിടെ നിന്ന് നമ്മോട് ഇങ്ങോട്ട് അടുത്ത് വരുന്ന ദൈവത്തെയാണ് നാം സേവിക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. ആരൊക്കെ ദൈവത്തോട് അടുത്ത് വരുമോ അവിടെ നിന്ന് മുഖം തിരിച്ചു കളയുന്ന ദൈവമല്ല. വേദപുസ്തകം പറയുന്ന അവങ്കിലേക്ക് നോക്കിയവർ അവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. വേദപുസ്തകം പറയും, നിലവിളി കേട്ട് ആകാശം ചായ്ച്ചിറങ്ങുന്ന ദൈവം. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, ദൈവത്തോട് അടുത്ത് ചെല്ലുമെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ദൈവത്തോട് അടുത്തു ചെല്ലുമെങ്കിൽ അവൻ നമ്മോടും അടുത്തു വരുന്ന ദൈവമാണ്. അവിടെ നിന്ന് മാറി നിൽക്കുന്ന ദൈവമല്ല. പ്രിയരെ, നാം ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ, നാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നാം അടുത്തു വരുമെങ്കിൽ അവിടെ നിന്ന് മാറി നിൽക്കുന്ന ദൈവമല്ല. മനുഷ്യർ മാറി നിൽക്കും. മനുഷ്യർ നിങ്ങളുടെ സ്ഥാനം നോക്കി, നിങ്ങളുടെ പക്വത നോക്കി, നിങ്ങളുടെ കഴിവുകളെ നോക്കി അവൻ വില കൽപ്പിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, എന്നോട് അടുത്തു വരുവിൻ, ഞാൻ നിങ്ങളോടും അടുത്തു വരാം. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് അത് പറയാൻ കഴിയും?
എത്ര പേർ വിശ്വസിക്കുന്നു? ദൈവത്തോട് അടുത്ത് ചെല്ലുമെങ്കിൽ, ഇഫ് യു കം നിയറസ്റ്റ് ഗാഡ്, നിങ്ങൾ ദൈവത്തോട് അടുത്ത് വരുമെങ്കിൽ, പ്രിയരെ, ഒരിക്കലും നമ്മുടെ ദൈവം നിങ്ങളെ കാണാതെ മാറി നിൽക്കുന്ന ദൈവമല്ല. അവിടുന്ന് നിങ്ങളുടെ മേൽ ഒരു ഉത്തരവാദിത്വമുള്ള ദൈവത്തെയാണ് നാം ആരാധിക്കുന്ന ദൈവം. നിങ്ങളുടെ ആവശ്യങ്ങളുടെ മേൽ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സർവശക്തന്റെ അരികിലത്രേ നിങ്ങൾ കടന്നു വരുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ, നാം ലജ്ജിതരാകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. നാം പരാജയപ്പെടുവാൻ ദൈവം അനുവദിക്കത്തില്ല. അതാ വേദപുസ്തകത്തിൽ പറയും, എന്നോട് അടുത്തു വരുവിൻ. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ വേദപുസ്തകം പറയുന്നു, ഈസ് ലിവിങ് എവർലാസ്റ്റിംഗ്, സദാ ജീവിക്കുന്നവൻ. അതാ വേദപുസ്തകത്തിൽ പറയുന്ന യേശു കർത്താവ് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ, അമർത്യനായ ദൈവം, മരണമില്ലാത്തവൻ. അമർത്യൻ എന്ന് പറയുമ്പോൾ മരണമില്ലാത്തവൻ. യേശു സദാ ജീവിക്കുന്നവൻ. എന്നെ കേൾക്കുന്ന പ്രിയരെ, എൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. യേശു ജീവിക്കുന്നു, അതിനാൽ ഞാനും ജീവിക്കുന്നു. യേശു ജീവിക്കുന്നു, അവിടുന്ന് സദാ ജീവിക്കുന്ന ദൈവമാണ്. നമ്മെ രക്ഷിപ്പാൻ, നമ്മെ വിടുവിപ്പാൻ കഴിവുള്ള സദാ പ്രാപ്തനായ ദൈവം, എന്നും ജീവിക്കുന്ന ദൈവം, ജീവനുള്ള ദൈവം, ജീവിപ്പിക്കുന്ന ദൈവം യേശു മാത്രമാണ്. അവിടുന്ന് മരണത്തിന്റെ വിഷപ്പുള്ളിനെ തകർത്തുകൊണ്ട്, പാതാള ഭാഷ്യങ്ങളെ തകർത്തുകൊണ്ട്, റോമൻ ഗവൺമെന്റിന്റെ ഇമ്പീരിയൽ മുദ്രയെ തകർത്തുകൊണ്ട്, മൂന്നാം ദിവസം മരണത്തെ തകർത്ത് മരണത്തിന്മേൽ ജയം മുഴക്കിയ ജയവീരനായ സർവശക്തനായ ദൈവത്തെ അത്രേ നാം ആരാധിക്കുന്ന ദൈവം. പത്മോസ് ദ്വീപിലായിരിക്കുമ്പോൾ യോഹന്നാനോട് ആത്മാവിൽ ദൈവം ആ യോഹന്നാന് പത്മോസ് ദ്വീപിൽ പ്രത്യക്ഷനായി യോഹന്നാനോട് പറയുന്നത് ഇങ്ങനെയാണ്, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എൻ്റെ കൈവശത്തിലുണ്ട്. ഞാൻ മരിച്ചവനായിരുന്നു, ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. ഐ എം ലിവിങ് എവർലാസ്റ്റിംഗ്, എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എൻ്റെ കൈവശത്തിലുണ്ട്. ദ കീസ് ഓഫ് ദ ഡെത്ത് ആൻഡ് ഹെൽ. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കൈവശമുള്ളവൻ നമ്മുടെ ദൈവം. മരണത്തിന്റെ മേൽ അധികാരമുള്ളവൻ, ജീവന്റെ മേൽ അധികാരമുള്ളവൻ, സർവശക്തനായ ദൈവം, പ്രാപ്തനായ ദൈവം. വേദപുസ്തകത്തിൽ നാം വായിച്ച വാക്യത്തിൽ സദാ ജീവിച്ചിരിക്കുന്നവൻ, എന്നേക്കും ജീവിച്ചിരിക്കുന്ന, സദാ ജീവിച്ചിരിക്കുന്ന ദൈവത്തെ അത്ര നാം ആരാധിക്കുന്ന ദൈവം. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ ദൈവം ജീവിപ്പിക്കുന്ന ദൈവമാണ്. അവിടുന്ന് ജീവനുള്ള ദൈവമാണ്, സദാ ജീവിച്ചിരിക്കുന്ന ദൈവം എന്ന വാക്യത്തിൽ സദാ ജീവിച്ചിരിക്കുന്നവൻ ദൈവത്തോട് അടുക്കുന്നവർക്ക് പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ വേദപുസ്തകം പറയുന്നു, അതുകൊണ്ട് ദൈവം പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകും. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ ദൈവം പ്രാപ്തനായ ദൈവം. പ്രൈസ് ദി ലോർഡ്. നമ്മെ പൂർണ്ണമായി രക്ഷിപ്പാൻ, പ്രൈസ് ദി ലോർഡ്, പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനാണ് നമ്മുടെ ദൈവം. ഭാഗികമായല്ല, ഒരു ഭാഗത്ത് മാത്രമല്ല, പൂർണ്ണമായി ഏത് വിഷയത്തിൻ്റെ മേലും, ഏത് അവസ്ഥയിലൂടെ നീ കടന്നു പോകുന്നുവോ, ഏത് സാഹചര്യത്തിലൂടെ നീ ഭാരത്തോടെ ആയിരിക്കുന്നു, പ്രിയ ദൈവമേ, യേശു പൂർണ്ണമായി ഭാഗികമായ ഒരു വിടുതലല്ല യേശു നൽകുന്നത്, ഭാഗികമായ സൗഖ്യമല്ല യേശു നൽകുന്നത്, ഭാഗികമായ ഒരു രക്ഷയല്ല യേശു നൽകുന്നത്. സംശയത്തിന്റെ രക്ഷയല്ല. നീ രക്ഷിക്കപ്പെടുമോ? ഒരു പക്ഷേ നീ രക്ഷിക്കപ്പെടും എന്നല്ല പറയുന്നത്. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. അതിനൊരു മാറ്റമില്ല. ഭാഗികമായുള്ള രക്ഷയല്ല. ഇതിൽ വന്നാൽ ഞാൻ രക്ഷപ്പെടുമോ, ഇതിൽ യേശുവിൻ്റെ അരികിൽ വന്നാൽ എനിക്ക് സമാധാനം ലഭിക്കുമോ എന്നല്ല, ലഭിക്കും. യേശു സമാധാനത്തിന്റെ പ്രഭു. യേശു പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിച്ചു പോകുന്നു. അത് ലോകം തരുന്നത് പോലെ അല്ല. ഐ ഗീവ് മൈ ഓൺ പീസ് ടു യു. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിച്ചു പോകുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിച്ചു പോകുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മെ രക്ഷിപ്പാൻ പ്രാപ്തനായ ദൈവത്തെയാണ് നാം ആരാധിക്കുന്ന ദൈവം. നമ്മെ ഏത് വിഷയത്തിന്റെ ഭാരത്തിലൂടെ നീ കടന്നു പോകുന്നുവോ, നിന്റെ വിഷയങ്ങളുടെ മേൽ പ്രവർത്തിപ്പാൻ പ്രാപ്തനായ ദൈവം. അതാ വേദപുസ്തകത്തിൽ നമുക്കറിയാം, ദാനിയേൽ നാം വായിക്കുമ്പോൾ, ദാരിവേശ് രാജാവ്, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 20-ാം വാക്യത്തിൽ ദാരിവേശ് രാജാവ് ഇപ്രകാരം സിംഹക്കുഴിയുടെ മുൻപിൽ വന്ന് ദാനിയേലിനെ വിളിക്കുന്നത് ഇങ്ങനെയാണ്,
ഗുഹയുടെ അരികെ എത്തിയപ്പോൾ അവൻ ദുഃഖശബ്ദത്തോടെ ദാരിയേഷ് ദുഃഖശബ്ദത്തോടെ ദാനിയേലിനെ വിളിച്ചു. രാജാവ് ദാരിയേഷ് ദാനിയേലിനോട് സംസാരിച്ചു. ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, നീ ഇടവിടാതെ വാക്ക് നോക്കിക്കോണം. ദാരിയേഷ് പറയുക, ദൈവത്തെ ആരാധിക്കുന്ന രാജാവല്ല, മറ്റ് അന്യ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ദാരിയേഷ് പറയുന്നു, നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ? പ്രൈസ് ദി ലോർഡ്. ദാരിയേഷ് രാജാവ് സിംഹക്കുഴിയുടെ മുൻപിൽ വന്ന് ദാനിയേലിനോട് ചോദിക്കുന്നു, നീ ഇടവിടാതെ സേവിക്കുന്ന ദൈവം, പ്രിയ ദൈവ പൈതലേ, നീ ഇടവിടാതെ നീ സേവിക്കുന്ന ദൈവം. ആ വാക്യം ഇപ്രകാരം വായിക്കുന്നു, 6-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം. ഗുഹയുടെ അരികെ എത്തിയപ്പോൾ ദാനിയേലിനെ വിളിച്ചു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു. അവിടെ ഒന്ന് നിൽക്കണമേ, ജീവനുള്ള ദൈവത്തിന്റെ ദാസൻ. ദാരിയേഷ് എങ്ങനെ മനസ്സിലാക്കി ഇത് ജീവനുള്ള ദൈവമെന്ന്? ദാരിയേഷ് ഒരു ദൈവ പൈതലിലൂടെ, നിന്നിലൂടെ, നിന്റെ പ്രാർത്ഥനയിലൂടെ, നീ ദൈവത്തോടുള്ള നിന്റെ ബന്ധത്തിലൂടെ മറ്റൊരു വ്യക്തി, ദൈവത്തെ അറിയാത്ത വ്യക്തി, ദൈവം ജീവിക്കുന്ന ദൈവമെന്ന് മനസ്സിലാക്കുന്ന നാളുകളെന്ന് ആത്മാവ്യക്തമായി ദൂത് കൈമാറുകയാണ്. നാം ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുമെങ്കിൽ, പ്രിയ അഭിഷിക്തന്മാരെ, ദൈവജനമേ, നിന്നിലൂടെ, നിന്റെ പ്രാർത്ഥനയിലൂടെ, നിന്റെ ജീവിതത്തിലൂടെ പലരും ഭാരത്തിൽ ബന്ധിക്കപ്പെട്ടവർ, ശാപത്തിൽ ബന്ധിക്കപ്പെട്ടവർ, അവർ മനസ്സിലാക്കും നാം ആരാധിക്കുന്ന ദൈവം അവിടെ നിന്ന് ജീവനുള്ള ദൈവമാണ്. ചെവി ഉണ്ടായിട്ട് കേൾക്കാത്ത, കാതുണ്ടായിട്ട് കേൾക്കാത്ത, അല്ലെങ്കിൽ നാവുണ്ടായിട്ട് സംസാരിക്കാത്ത ദൈവത്തെ അല്ല നാം സേവിക്കുന്ന ദൈവം. നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്, ജീവിപ്പിക്കുന്ന ദൈവമാണ്. ദാനിയേൽ കിടക്കുന്ന സിംഹഗുഹയുടെ അരികിൽ ദാരിയേഷ് രാജാവ് വന്ന് പറയുകയാണ്, നീ സേവിക്കുന്ന ജീവനുള്ള ദൈവം, ജീവനുള്ള ദൈവമാണ്. പ്രിയരെ, നമ്മിലൂടെ, പ്രിയ അഭിഷിക്തന്മാരെ, നിങ്ങളിലൂടെ ദൈവം ജീവിക്കുന്നവനെന്ന് ദേശം അറിയാൻ പോവുകയാണ്. നാം സേവിക്കുന്ന ദൈവം പ്രാപ്തനെന്ന്, നാം സേവിക്കുന്ന ദൈവം അമർത്യനായ ദൈവമെന്ന്, മരണത്തിന്റെ ആ പാശങ്ങളെ തകർത്ത്, പാതാളത്തിന്റെ പാശങ്ങളെ, വിഷമുള്ളിനെ തകർത്ത് ഇന്നും മരണത്തെ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ദൈവമെന്ന്, പ്രിയ അഭിഷിക്തന്മാരെ, നിങ്ങളിലൂടെ, നിങ്ങളുടെ ജീവിതത്തിലൂടെ ദേശം കണ്ടുകൊണ്ടിരുന്ന നാളുകളെന്ന് ആത്മാവ് വ്യക്തമായി ദൂത് കൈമാറുകയാണ്. പ്രാർത്ഥന വീരരെ ദൈവത്തിന് ആവശ്യമാണ്. ദാനിയേലിനെ പോലെ പ്രാർത്ഥനയിലൊന്ന് ഉണരുമെങ്കിൽ, ദാനിയേലിനെ പോലെ പ്രാർത്ഥന വീരന്മാരായ ചില അഭിഷിക്തന്മാരെ ദേശത്തിന് ആവശ്യമെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി ദൂത് കൈമാറുകയാണ്. ഈ പ്രാർത്ഥനയിലൊന്ന് മുന്നേറുമെങ്കിൽ, ദേശത്തിന്റെ മുൻപിൽ, ദാരിയേഷ് രാജാവിന്റെ മുൻപിൽ, ബാബേൽ രാജ്യത്തിൽ, നീ ഏത് ദേശത്തായിക്കോട്ടെ, നീ അന്യരാജ്യത്തായിക്കോട്ടെ, പക്ഷേ നിന്നിലൂടെ ദൈവത്തിന്റെ മഹത്വം ദേശം കാണുന്ന നാളുകളെന്ന് ആത്മാവ് വ്യക്തമായി ദൂത് കൈമാറുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവപൈതലേ, ദാരിയേഷ് രാജാവ്, ആ രംഗം നാം ഒന്ന് ഇമാജിൻ ചെയ്തേ. ദാരിയേഷ് രാജാവ് ദുഃഖസ്വരത്തിൽ സിംഹഗുഹയുടെ അരികിൽ വന്ന്, നീ ജീവിക്കുന്ന, നീ സേവിക്കുന്ന, ഇടവിടാതെ നീ സേവിക്കുന്ന ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, നീ ഇടവിടാതെ ദാനിയേലും ദൈവമായിട്ടുള്ള ബന്ധം സാക്ഷ്യപ്പെടുത്തുന്നത് നോക്കിയ ദാനിയേലല്ല സാക്ഷ്യപ്പെടുത്തുന്നത്, ഒരു അന്യ രാജ്യത്തിലെ രാജാവ് സാക്ഷ്യപ്പെടുത്തുകയാണ്. നീ ഇടവിടാതെ സേവിക്കുന്ന ദൈവം, ദാനിയേലും ദൈവമായുള്ള ബന്ധം നോക്കിയ ദാരിയേഷ് പറയുന്നു, നീ ഇടവിടാതെ സേവിക്കുന്ന ദൈവം. പ്രിയരെ, നമ്മെക്കുറിച്ച് മറ്റുള്ളവർ സാക്ഷ്യം പറയട്ടെ. നമ്മെക്കുറിച്ച് നാമല്ല സാക്ഷ്യം പറയേണ്ടത്, നമ്മെക്കുറിച്ച് നമ്മുടെ കുടുംബത്തിലുള്ളവർ സാക്ഷ്യം പറയണം. കുടുംബത്തിൽ നമുക്കൊരു സാക്ഷ്യമുണ്ടായിരിക്കണം. ദേശത്തിൽ നിങ്ങൾക്കൊരു സാക്ഷ്യമുണ്ടായിരിക്കണം. നിങ്ങൾ പാർക്കുന്ന ദേശത്ത്, നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങൾക്കൊരു സാക്ഷ്യമുണ്ടായിരിക്കണം. നിങ്ങൾക്ക് സാക്ഷ്യം പ്രാപിക്കേണ്ടത് നിങ്ങൾ ദൈവത്തിൽ നിന്ന് നിങ്ങൾ സാക്ഷ്യമുള്ളവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്.
ദാനിയേലിനെ കുറിച്ച് പറയുന്നത് നീ ഇടവിടാതെ സേവിക്കുന്ന ദൈവം. എന്നെ കേൾക്കുന്ന പ്രിയരെ, നാം ദൈവമായുള്ള ബന്ധം എങ്ങനെയുള്ളവരാണ്? ഇടവിടാതെ പ്രാർത്ഥിപ്പീനെന്ന് വേദപുസ്തകം പറയുന്നു. മടുത്തു പോകാതെ പ്രാർത്ഥിപ്പീനെന്ന് വേദപുസ്തകം പറയുന്നു. ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീനെന്ന് വേദപുസ്തകം പറയുന്നു. ആരെല്ലാം ഉണർന്ന് പ്രാർത്ഥിക്കുന്നുവോ, മടുത്തു പോകാതെ ഇടവിടാതെ പ്രാർത്ഥിക്കുന്നുവോ, അവരുടെ ജീവിതത്തിന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി, സിംഹക്കുഴിയിൽ ഇറങ്ങിയ സിംഹത്തിന്റെ വായെ അടച്ച ദൈവം ഇന്നും ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമേ, സിംഹത്തിന്റെ വായെ അടയ്ക്കുന്ന ദൈവം, രാജാവിന്റെ രേഖയെ തിരുത്തി കുറിക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു. നാം പ്രാർത്ഥനാ വീരന്മാരിലൂടെ, ചിലർ പ്രാർത്ഥനാ വീരന്മാരെ ദൈവത്തിന് ആവശ്യമാണ്. ദൈവമഹത്വം നിന്റെ ജീവിതത്തിലൂടെ വെളിപ്പെടുവാൻ ഈ നാളുകളിൽ ദൈവസന്നിധിയിൽ ഒരു പ്രാർത്ഥന, ഇടവിടാതെയുള്ള ഒരു പ്രാർത്ഥനാ ജീവിതം ഉയരുമെങ്കിൽ കർത്താവിന്റെ മഹത്വം നിന്റെ ജീവിതത്തിലൂടെ, പ്രിയ അഭിഷിക്തന്മാരെ, നിങ്ങളിലൂടെ യേശുവിനെ അറിയാൻ പോകുന്ന നാളുകളാണ്. നിങ്ങളിലൂടെ ദേശം നാം ആരാധിക്കുന്ന, നാം സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമെന്നാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് പറയാൻ കഴിയും, ഞാൻ സേവിക്കുന്ന ദൈവം, ഞാൻ ആരാധിക്കുന്ന ദൈവം അത് ജീവനുള്ള ദൈവമാണ്. ഞാൻ സേവിക്കുന്ന ദൈവം എന്നെ സിംഹത്തിന്റെ വായെ അടയ്പ്പാൻ പ്രാപ്തനായ ദൈവത്തെ അത്ര ഞാൻ സേവിക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. ദാരിവേശ് രാജാവ് പറയുകയാണ്, പ്രാപ്തനായോ സിംഹത്തിന്റെ വായെ അടപ്പാൻ. വായിച്ച വാക്യത്തിൽ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 20-ാം വാക്യത്തിൽ പറയുകയാണ്, സിംഹത്തിന്റെ നീ ഇടവിടാതെ സേവിച്ചു നിൽക്കുന്ന ദൈവം, ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ. പ്രൈസ് ദി ലോർഡ്. സിംഹങ്ങളിൽ നിന്ന് പ്രാപ്തനായോ? ദാനിയേലേ, നീ ഇടവിടാതെ സേവിച്ചു നിൽക്കുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായ എത്ര പേർ വിശ്വസിക്കുന്നു? എൻ്റെ ദൈവം പ്രാപ്തനായ ദൈവമാണ്, പ്രാപ്തനായ ദൈവമാണ്. എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, എൻ്റെ ദൈവം സിംഹങ്ങളുടെ വായടപ്പാൻ പ്രാപ്തനായ ദൈവമാണ്. ഏത് വിഷയത്തിൻ്റെ മേലും, ഏത് ആവശ്യങ്ങളുടെ മേലും പ്രവർത്തിപ്പാൻ പ്രാപ്തനായ ദൈവത്തെ അത്ര നാം സേവിക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. അവിടുന്ന് സിംഹത്തിന്റെ വായ അടയ്ക്കും. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ്. അവിടുന്ന് സിംഹത്തിന്റെ വായ അടയ്ക്കും. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയ അഭിഷിക്തന്മാരെ, ദൈവജനമേ, നിന്റെ ജീവിതത്തിനെതിരായി, നിന്റെ ആത്മീക ജീവിതത്തിനെതിരായി, നിന്റെ ശുശ്രൂഷകൾക്കെതിരായി തടങ്കലായി എഴുന്നേൽക്കുന്ന ചില ബാബിലോണ്യ ശക്തികൾ, ചില ആഭിചാരത്തിന്റെ ശക്തികൾ, ചില വിഗ്രഹ ആരാധനയുടെ ശക്തികൾ എഴുന്നേൽക്കുമ്പോൾ നീ ഭാരപ്പെട്ടു പോകരുത്. നീ പ്രാർത്ഥന വീരനാണെങ്കിൽ, നീ പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ, സിംഹത്തിന്റെ വായടയ്ക്കുന്ന ദൈവം നിനക്ക് വേണ്ടി പ്രത്യക്ഷമാകുവാനിടയായി തീരും. അവിടുന്ന് സിംഹത്തിന്റെ വായടച്ച് തീയുടെ ബലത്തെ കടുത്ത് നിന്റെ ജീവിതത്തിലൂടെ ദൈവത്തിന്റെ മഹത്വം തെളിയിക്കുമെന്ന് ആത്മാവ് വ്യക്തമായി ദൂതുകൈ മാറുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ അഭിഷിക്തന്മാരെ, ദൈവജനമേ, കർത്താവിന്റെ നാമത്തിനു വേണ്ടി നീ നിൽക്കുമെങ്കിൽ നീ ലംഘിക്കപ്പെട്ടു പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. നീ ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തിന്റെ പ്രവൃത്തി നിനക്ക് കാണുവാൻ കഴിയും. നിന്റെ ജീവിതത്തിന്റെ മേഖലയിൽ നിന്റെ ആ ഇരുൾ മൂടിയ എല്ലാ പ്രതീക്ഷകളും അസ്ഥാനത്തായിരിക്കാം. പക്ഷേ പ്രാർത്ഥനയ്ക്കൊരു ശക്തിയുണ്ട്, പ്രാർത്ഥനയ്ക്കൊരു ശക്തിയുണ്ട്. പ്രാർത്ഥന ചില പ്രതികൂലങ്ങളെ മാറ്റും, ആയുധത്തിന്റെ ബലത്തെ കെടുത്തും. അതാ വേദപുസ്തകം പറയുന്നത്, പ്രാർത്ഥിക്കുന്നവൻ അവൻ ലജ്ജിതനായി പോകത്തില്ല. യഹോവയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ അവർ ലജ്ജിക്കപ്പെട്ടു പോകത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ യഹോവയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണോ? അതോ നിങ്ങൾ കാത്തിരിക്കുന്നത് പ്രഭുക്കന്മാരിലാണോ? നിങ്ങൾ ആശ്രയിക്കുന്നത് ദാരിവേശ് രാജാവിലാണോ? നിങ്ങൾ ആശ്രയിക്കുന്നത് ദാരിവേശ് രാജാവിന്റെ കൽപ്പനയെ ഭയപ്പെടുന്നവരാണോ? അതോ നിങ്ങൾ ദൈവത്തെ സേവിക്കുന്നവരാണോ? എന്നെ കേൾക്കുന്ന ദാനിയേൽമാരെ, എന്നെ കേൾക്കുന്ന അഭിഷിക്തന്മാരെ, പ്രിയ ദാനിയേൽമാർ എഴുന്നേൽക്കട്ടെ. എന്നെ കേൾക്കുന്ന ദാനിയേൽമാരെ, നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ സർവശക്തന്റെ കരം പ്രവർത്തിക്കും. ദൈവം നിങ്ങൾക്ക് വേണ്ടി സിംഹത്തിന്റെ വായ അടയ്ക്കും. നിങ്ങളുടെ പ്രാർത്ഥന ഒരിക്കലും നഷ്ടമല്ല. കേട്ടോ, പ്രാർത്ഥന ഒരിക്കലും നഷ്ടമല്ല. നീ പ്രാർത്ഥിക്കുന്നവനാണോ? പ്രാർത്ഥന ഒരിക്കലും നഷ്ടമല്ല. പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ നീ സമയം ചിലവഴിച്ചിട്ടുണ്ടോ? അതൊരിക്കലും നഷ്ടമായി തീരത്തില്ല. പ്രൈസ് ദി ലോർഡ്. കാലങ്ങൾ കഴിഞ്ഞാലും ആളുകൾ മാറിയാലും പ്രാർത്ഥനയുടെ ശക്തി അത് വെളിച്ചത്ത് വരും, അത് വെളിപ്പെടുവാനിടയായി തീരും. തക്ക സമയത്ത് പ്രാർത്ഥനയുടെ ശക്തി നിന്റെ ജീവിതത്തിന്റെ മേഖലയിൽ അത് വെളിപ്പെടുവാനിട
ഇടയായിത്തീരും. എന്നെ കേൾക്കുന്ന അഭിഷിക്തന്മാരെ, പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നീ സമയം ചെലവഴിക്കുമെങ്കിൽ ദൈവം നിന്നെ ചില പ്രാപ്തനാക്കി. ദേശത്ത് നിന്നെ മാനിക്കുന്ന ദൈവത്തിൻ്റെ കരം നിന്നോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവം നിന്നോട് കൂടെ ഉണ്ട് എങ്കിൽ, യഹോവ നിനക്കൊരു വാതിൽ തുറന്നാൽ, യേശു നിനക്കൊരു വാതിൽ തുറന്നാൽ അത് അടപ്പാൻ ആർക്കും സാധ്യമല്ല. ഇത്ര പേർ വിശ്വസിക്കുന്നു? യേശു ഒരു വാതിൽ തുറന്നാൽ, യേശു നിന്നെ ബാബേൽ രാജ്യത്ത് യേശു നിന്നെ മാനിക്കണമെന്ന്, നീ ആയിരിക്കുന്ന സ്ഥാനത്ത് യേശു നിന്നെ മാനിക്കണമെന്ന് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, വേദപുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, ഈ ദേശത്ത് പാർക്കാൻ ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും. നാം പലപ്പോഴും ദേശം മാറി, ബാബേൽ രാജ്യമാണ്, ഇവിടെ ആരാധനയ്ക്ക് യോഗ്യമല്ല, ഇവിടെ പ്രാർത്ഥിപ്പാൻ യോഗ്യമല്ല എന്ന് ദാനിയേലിന് പറയാം. ഇവിടെ ആരാധന ആലയമില്ല, ഇവിടെ പ്രാർത്ഥിപ്പാൻ ഒരു സൗകര്യവുമില്ല. ആയിക്കോട്ടെ, പലപ്പോഴും പലരും പറയാറുണ്ട്, കർത്താവിൻ്റെ ദാസനെ ഈ ദേശമാണ്, ഈ ദേശത്ത് പാർക്കുവാൻ കഴിയത്തില്ല, പല പ്രതികൂലങ്ങളുള്ളതാണ്. ഞാൻ പറയാം, ഏത് ദേശത്ത് നീ ആയിരുന്നാലും ദൈവത്തിൻ്റെ കൃപ നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ, നീ പ്രാർത്ഥനാ വീരനാണെങ്കിൽ, നീ ആയിരിക്കുന്ന ദേശത്ത് നിന്നെ മാനിക്കുന്ന, വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, ആ ദേശത്ത് നീ പാർക്കാം, ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. എവിടെ നീ പാർത്തിരുന്നാലും, ഏത് പ്രതികൂലത്തിന് നടുവേ, ഒരു പ്രതികൂലമായി ഇരിക്കാം, ശരിപ്പോൾ ശാപഗ്രസ്തമായ സ്ഥലമായിരിക്കാം നീ പാർക്കുന്ന ഇടം. ചിലപ്പോൾ പാർപ്പിന് യോഗ്യമല്ലാത്ത ഇടമായിരിക്കാം, പല പ്രതികൂലങ്ങളുള്ള ദേശമായിരിക്കാം. പക്ഷേ അഭിഷിക്തന്മാരെ, ദൈവജനമേ, നീ പ്രാർത്ഥനാ വീരനാണെങ്കിൽ, നീ പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ, ശാപത്തെ തകർക്കുന്ന ഒരു അധികാരം നിന്റെ പ്രാർത്ഥനയിലുണ്ട്. ബന്ധനങ്ങളെ അഴിക്കുന്ന ഒരു അധികാരം നിന്റെ പ്രാർത്ഥനയിലുണ്ട്. നീ ദേശത്ത് പാർക്കുമ്പോൾ, ഏതു ദേശത്ത് നാം പാർക്കുന്നുവോ ആ ദേശത്ത് ദൈവം നമ്മെ മാനിപ്പാനിടയായിത്തീരും. നാം ലംഘിക്കപ്പെടുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിങ്ങൾ പാർക്കുന്ന ദേശത്ത് ദൈവം നിങ്ങളെ മാനിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകം അങ്ങനെ പറയുന്നു. നാം ശ്രദ്ധയോടെ ദൈവത്തിൻ്റെ വചനത്തെ കേൾക്കുമ്പോൾ, നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ മുട്ടുകളെ ദൈവസന്നിധിയിൽ നാം മടക്കുമ്പോൾ നാം ലംഘിക്കപ്പെട്ടു പോകത്തില്ല. വേദപുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നാം വായിച്ച ദാനിയേലിനെ കുറിച്ച് വായിക്കുമ്പോൾ, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നു, രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ, നാം 6-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം നാം വായിക്കുമ്പോൾ, എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ നോക്കി, യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുൻപേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. അതാ ദാരിവേശ് പറഞ്ഞത്, നീ ഇടവിടാതെ സേവിക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. ദാനിയേൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനി അറിയാതെയല്ല, പ്രിയ ദൈവപൈതലേ, പ്രതികൂലം അറിഞ്ഞിട്ടാ. വേദപുസ്തകം അങ്ങനെ തന്നെ പറയുന്നു, താൻ പ്രതികൂലത്തെ അറിഞ്ഞിട്ടാ, പ്രതികൂലം തനിക്കെതിരെ രേഖ എഴുതിയിരിക്കുന്നു എന്ന് അറിഞ്ഞിട്ട് താൻ അപ്പോൾ പ്രാർത്ഥിച്ചു എന്നല്ല, താൻ പതിവ് പോലെ മുൻപേ ചെയ്തു വന്നതുപോലെ. ഇത് തന്റെ ജീവിതത്തിൽ ഒരു ശൈലിയായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ അഭിഷിക്തന്മാരെ, പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിന്റെ ഒരു ശൈലിയായി മാറട്ടെ. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിന്റെ ജീവവായുവായി മാറട്ടെ. ഒരു ആത്മീകന്റെ പ്രാണവായുവായി പ്രാർത്ഥന മാറട്ടെ. എപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയണം. ചിലപ്പോൾ നിങ്ങൾക്ക് വാ കൊണ്ട് പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് ഹൃദയം കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ കഴിയും. ഹന്ന പ്രാർത്ഥിച്ചതുപോലെ ഹന്ന ഹൃദയം കൊണ്ട് ദൈവത്തോട് സംസാരിച്ചു. ഹന്ന ഹൃദയം ദൈവസന്നിധിയിൽ പകർന്നു പ്രാർത്ഥിച്ചു. ദൈവം ഹന്നയുടെ പ്രാർത്ഥന കേട്ടു. ചിലപ്പോൾ ഏലി പുരോഹിതൻ അത് മനസ്സിലാകത്തില്ല. നീ ഭാരപ്പെട്ടു പോകരുത്. നിന്റെ പ്രാർത്ഥനയെ കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ഹൃദയത്തെ അറിയുന്ന ഒരു ദൈവമുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവപൈതലേ, നിന്റെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ ഒന്ന് പകർന്ന് ഹന്നയെ പോലെ ഒന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ നിന്റെ വിഷയത്തിന്റെ മേൽ, നീറുന്ന വിഷയത്തിന്റെ മേൽ പല നിന്ദകളേറ്റ്, പല പരിഹാസങ്ങളേറ്റ്, നീറുന്ന വേദനയുമായി നീ ആയിരിക്കുന്നുവോ, നിന്റെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ ഒന്ന് പകര്. ദൈവസന്നിധി ഒന്ന് പകര്. ഹൃദയം തുറന്ന് ദൈവസന്നിധിയിൽ ഒന്ന് യാചിക്കുക. നിന്റെ ഭാരത്തെ, നിന്റെ ഹൃദയത്തെ അറിയുന്ന ദൈവം. മനുഷ്യൻ കണ്ണിന് കാണുന്ന നോക്കുമ്പോൾ നിന്റെ ഹൃദയത്തിന്റെ വേദനകളെ അറിയുന്ന ദൈവം, ഹൃദയത്തിലെ നിരൂപണത്തെ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്ന ദൈവം. വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്ന ദൈവമാണ് നാം സേവിക്കുന്ന ദൈവം. പ്രിയരെ, നാം ദൈവസന്നിധിയിൽ ഹൃദയം നുറുക്കത്തോടെ
നാം നീറുന്ന വേദനയോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം കടന്നു വരുമ്പോൾ നമ്മുടെ ഹൃദയത്തെ, വേദനകളെ, നമ്മുടെ പ്രാർത്ഥനയെ കേൾക്കുന്ന, നമ്മുടെ വേദനകളെ അറിയുന്ന നല്ല കർത്താവ് ഇന്നും ജീവിക്കുന്നുണ്ട്. നിന്റെ പ്രാർത്ഥന കേട്ട് അവിടുന്ന് ഉത്തരം നൽകുവാനിടയായിത്തീരും. പ്രാർത്ഥന ഒരിക്കലും നഷ്ടമല്ല കേട്ടോ. പ്രാർത്ഥന ഒരിക്കലും നഷ്ടമല്ല. പ്രാർത്ഥന ജീവിതത്തിന് അനുഗ്രഹമാണ്. പ്രാർത്ഥിക്കുന്നവൻ നശിച്ചു പോകത്തില്ല. പ്രാർത്ഥിക്കുന്നവൻ പ്രതികൂലത്തിൽ തളർന്നു പോകത്തില്ല. പ്രാർത്ഥിക്കുന്നവൻ പ്രതികൂലത്തിൽ അവൻ ഭാരപ്പെട്ടു പോകത്തില്ല. പ്രാർത്ഥിക്കാത്തവൻ പ്രതികൂലം വരുമ്പോൾ തളർന്നു പോകും. അവനെ സഹായിപ്പാൻ ആരും കാണത്തില്ല. പക്ഷേ പ്രാർത്ഥിക്കുന്നവൻ്റെ ജീവിതത്തിൽ പ്രതികൂലം വരുമ്പോഴും, ശോധന വരുമ്പോഴും, കഷ്ടത വരുമ്പോഴും അവൻ പറയും, എന്നെ ജയകരമായി നടത്തുന്ന ദൈവം എന്നോട് കൂടെയുണ്ട്. സിംഹത്തിൻ്റെ വായ അടയ്ക്കാൻ കഴിവുള്ള പ്രാർത്ഥനായ ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്ന ദൈവം. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തീയ ജീവിതം പരാജയപ്പെടുന്ന പലരുടെയും ജീവിതത്തിൽ പരാജയം കടന്നു വരുന്നത് എന്തുകൊണ്ടാണ്? പ്രാർത്ഥനയില്ല. ദൈവത്തോട് സംസാരിക്കുന്ന ഒരു പ്രക്രിയയാണ്, പ്രോസസ്സാണ് പ്രാർത്ഥന. പ്രിയ ദൈവത്തിലെ, ദൈവത്തോട് സംസാരിക്കുവാൻ, ദൈവത്തോട് നിന്റെ വിഷയത്തെ പങ്കുവയ്ക്കുവാൻ നീ സമയം ചെലവഴിക്കുമെങ്കിൽ അവിടുന്ന് നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാനിടയായിത്തീരും. നമുക്കറിയാം, ഈ ലോകത്തിലെ ഒരു ബന്ധം നിലനിൽക്കണമെങ്കിൽ, നമ്മുടെ ഫാമിലി ബന്ധമായിക്കോട്ടെ, നമ്മുടെ സുഹൃത്ത് ബന്ധമായിക്കോട്ടെ, നമ്മുടെ ബന്ധം നിലനിൽക്കണമെങ്കിൽ നാം ആ വ്യക്തിയോട് സംസാരിക്കണം. വ്യക്തിയോട് നമ്മുടെ വിഷയങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുമ്പോഴാണ് ഒരു ബന്ധം ദൃഢപ്പെടുന്നത്, ബന്ധം ബലപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? ദൈവത്തോട് നിങ്ങൾ സംസാരിക്കുന്നുണ്ടോ? ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവപൈതലേ, അവിടുന്ന് നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാനിടയായിത്തീരും. നീ ദൈവത്തിൻ്റെ ഉറ്റ സ്നേഹിതനായിത്തീരും. ദാനിയേലിനെ പോലെ പ്രാർത്ഥിക്കുന്ന ദൈവപൈതലിന് വേണ്ടി ദൈവം ചില പ്രാപ്തിയുള്ള കാര്യങ്ങൾ ദൈവം നൽകുവാനിടയായിത്തീരും. മത്തായി സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ദൈവം ഓരോരുത്തരും, മത്തായി സുവിശേഷം 25-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം നാം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. മത്തായി 25-ന്റെ 15-ാം വാക്യം, ഒരുവൻ 5 താലന്ത്, ഒരുവന് 2, ഒരുവന് 1, ഇങ്ങനെ ഓരോരുത്തന് അവനവന്റെ പ്രാപ്തി പോലെ കൊടുത്ത് യാത്ര പുറപ്പെട്ടു. ഓരോരുത്തന് അവനവന്റെ പ്രാപ്തി പോലെ കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് നമ്മുടെ ദൈവം പ്രാപ്തനാണ്, നമ്മെ പ്രാപ്തനാക്കുന്നവനാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? നമ്മുടെ ദൈവം നമ്മെ രക്ഷിപ്പാൻ പ്രാപ്തനാണ്, നമ്മെ പ്രാപ്തിയുള്ളവരാക്കി തീർക്കുന്ന ദൈവമാണ് നാം സേവിക്കുന്ന ദൈവം. നിന്നെ ചിലതിനൊക്കെ പ്രാപ്തനാക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നമുക്ക് ലഭിച്ച താലന്തുകളെ നാം മനസ്സിലാക്കുക. നമുക്ക് ദൈവം നൽകിയ താലന്തുകളെ, നമ്മുടെ പ്രാപ്തിക്കൊത്തവണ്ണം ദൈവം ചില താലന്തുകൾ നൽകിയിട്ടുണ്ട്, ചില കഴിവുകൾ ദൈവം നൽകിയിട്ടുണ്ട്. പ്രിയരെ, ദാനിയേലിനെ പോലെ സിംഹത്തിൻ്റെ വായ ദൈവം അടച്ചത് തനിക്ക് ദൈവം നൽകിയ കഴിവിന്, ദൈവം തനിക്ക് നൽകിയതിൽ താൻ സംതൃപ്തനായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, മറ്റുള്ളവരുടെ കഴിവുകളെ നോക്കി നമ്മുടെ കഴിവുകളെ നാം വില കുറച്ച് കാണരുത്. ദൈവം നമുക്ക് നൽകിയതിനെ നാം ചെറുതായി കാണരുത്. ദൈവം നമുക്ക് നൽകിയതിനെ നാം ശ്രേഷ്ഠമായി കാണണം. ദൈവം നമുക്ക് നൽകിയ താലന്തുകളെ നാം അത് വ്യാപാരം ചെയ്യണം. വിശ്വസ്തയോടെ നാം വ്യാപാരം ചെയ്യണം. ദൈവം നമുക്ക് നൽകിയതിനെ നാം വ്യാപാരം ചെയ്യുമ്പോൾ സർവശക്തൻ നമ്മെ മാനിക്കുന്ന നാളുകളാണ്. വ്യാപാരം ചെയ്യാത്തവരെ, അടങ്ങിയിരിക്കുന്നവരിലൂടെ ദൈവത്തിനൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. ദൈവം നമുക്ക് നൽകിയ താലന്ത് ഒന്നായിക്കോട്ടെ, പക്ഷേ നാം നമ്മുടെ പ്രാപ്തിക്കൊത്തവണ്ണം നാം അത് വ്യാപാരം ചെയ്യുമ്പോൾ ഉപയോഗിക്കാത്തവരെ, വ്യാപാരം ചെയ്യാത്തവരുടെ താലന്ത് എടുത്തോ ദൈവം നിനക്ക് നൽകുവാനിടയായിത്തീരും. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവം നൽകുന്ന കഴിവുകളെ നാം പ്രയോജനപ്പെടുത്തുന്നവരായിത്തീരണം. കർത്താവ് നമ്മുടെ മേൽ ഒരു അഭിഷേകം നൽകിയിട്ടുണ്ട്. കർത്താവ് ഒരു അധികാരം നിനക്ക് നൽകിയിട്ടുണ്ട്. വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള ഒരു അതോറിറ്റി ഗാഡ് ഹാസ് ഗിവൺ ടു us. ഒരു അധികാരം ദൈവം നമ്മുടെ മേൽ, ശിരസിൻ്റെ മേൽ നൽകിയിട്ടുണ്ട്. ഈ അധികാരത്തെ നാം കണ്ടുണരണം. നമുക്കൊരു താലന്ത് ദൈവം നൽകിയിട്ടുണ്ട്. ചിലതിനെ ശാസിക്കുവാൻ, ചിലതിനെ പിടിച്ചടക്കുവാൻ, ചില നന്മകൾ പ്രാപിപ്പാൻ, പ്രാർത്ഥനയിലൂടെ ചില നന്മകൾ പ്രാപിപ്പാൻ, ചില ദേശത്തിൻ്റെ അന്ധകാര ശക്തിയെ തകർക്കുവാൻ ഒരു അധികാരം, ഒരു താലന്ത് ദൈവം അഭിഷിക്തന്മാർക്ക് നൽകിയിട്ടുണ്ട്. നാം പ്രാർത്ഥിക്കുമ്പോൾ, നാം അത് വ്യാപാരം ചെയ്യുമ്പോൾ നമ്മിലൂടെ അഭിഷേകത്തിൻ്റെ ശക്തി വ്യാപരിക്കുവാനിടയായിത്തീരും. നാം മൗനമായിരിക്കുന്നവരിലൂടെ ദൈവത്തിന് പ്രവർത്തിപ്പാൻ സാധ്യമല്ല. വൃഥായിരിക്കുന്നവരിലൂടെ
ദൈവത്തിനൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. ആരെല്ലാം ദൈവം നൽകിയ ടാലന്റുകളെ കണ്ടുണർന്ന് അതിനെ വ്യാപാരം ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി അവരുടെ ജീവിതങ്ങളിന്മേൽ വെളിപ്പെടുവാനിടയായിത്തീരും. നാം വായിച്ച വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ദൈവം ഓരോരുത്തരും അവൻ്റെ പ്രാപ്തിക്ക് ഒത്തവണ്ണം ദൈവം കൊടുത്തു. ഒന്ന് പറഞ്ഞേ, ദൈവം എനിക്ക് എൻ്റെ പ്രാപ്തിക്കൊത്തവണ്ണം എനിക്ക് ദൈവം നൽകി. പ്രൈസ് ദി ലോർഡ്. നമ്മെ പ്രാപ്തനാക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? നമ്മെ ശക്തീകരിക്കുന്ന ദൈവം, നമ്മുടെ പ്രാപ്തിക്കൊത്ത് നൽകുന്ന ദൈവം ഓരോരുത്തന് അവനവൻ്റെ പ്രാപ്തിക്കെടുത്ത് ദൈവം നൽകി. പറയാമോ? നാം മറ്റുള്ളവരെയല്ല നോക്കേണ്ടത്. കർത്താവ് എനിക്ക് നൽകിയത് എൻ്റെ പ്രാപ്തിക്കൊത്തതാണ്. അതിനെ നാം വ്യാപാരം ചെയ്യുമ്പോൾ അതിനെ നാം നല്ല കർത്താവ് ഒരു വ്യാപാരം എന്ന് പറയുന്നത് അത് വെറുതെ ഇരിക്കുന്ന കാര്യമല്ല. അതിൻ്റെ പിറകിലൊരു അധ്വാനമുണ്ട്. അത് മടിയുള്ളവർക്ക് ചെയ്യുവാൻ സാധ്യമല്ല. ഒരു ഉത്സാഹം ആവശ്യമാണ്. യജമാനൻ മടങ്ങി വരുമെന്നുള്ളൊരു ബോധം ഈ വ്യാപാരം ചെയ്യുന്നവരെ ഭരിക്കും. യജമാനൻ മടങ്ങി വരും, യജമാനൻ വന്ന താലന്ത് മടക്കി ചോദിക്കും എന്നുള്ള ഒരു ബോധം ആ വ്യക്തിക്കുണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മെ പ്രാപ്തനാക്കുന്ന, നമ്മെ ബലപ്പെടുത്തുന്ന ദൈവം. ഒരു താലന്ത് ലഭിച്ചവൻ വ്യാപാരം ചെയ്യുന്നവരൊരു ബോധമുണ്ട്. യജമാനൻ മടങ്ങി വരും, അവൻ ദ്രുതഗതിയിൽ അത് വ്യാപാരം ചെയ്യും. എനിക്ക് എത്രയും വേഗം, എത്രത്തോളം ഇത് വ്യാപാരം ചെയ്യുവാൻ കഴിയുമോ, എത്രത്തോളം ഇതിനെ ഇരട്ടിപ്പാൻ കഴിയുമോ അത്രയും ശക്തിയോടെ അവൻ അത് അധ്വാനിപ്പാനിടയായിത്തീരും. എത്രയും എനിക്ക് ശ്രേഷ്ഠകരമായി യജമാൻ്റെ കയ്യിൽ ഇത് മടക്കി നൽകണം. എന്നെ കേൾക്കുന്ന പ്രിയരെ, നാം പ്രവർത്തിക്കുമെങ്കിൽ, നാം അധ്വാനിക്കുമെങ്കിൽ, നാം ഒന്ന് വ്യാപാരം ചെയ്യുമെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യും. ഉത്സാഹികളെ ദൈവത്തിന് ആവശ്യമാണ്. വ്യാപാരം ചെയ്യുന്നവരെ ദൈവത്തിന് ആവശ്യമാണ്. മടിയുള്ളവരെ കൊണ്ട് ദൈവത്തിനൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. താലന്ത് വ്യാപാരം ചെയ്യുവാൻ ആരെല്ലാം മനസ്സ് വയ്ക്കുമെങ്കിൽ ദൈവം നിങ്ങളിലൂടെ വൻ കാര്യങ്ങളെ ചെയ്യുവാനിടയായിത്തീരും. നിങ്ങൾക്ക് പ്രാപിപ്പാൻ കഴിയാത്ത, നിങ്ങൾക്ക് പ്രവേശിപ്പാൻ കഴിയാത്ത സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരും. നിങ്ങൾക്ക് എത്തിപ്പെടുവാൻ കഴിയാത്ത അവസ്ഥകൾ കടന്നു വരും. പക്ഷേ നിങ്ങളെ ബലപ്പെടുത്തും. നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ, നിങ്ങൾക്ക് അഭിമുഖീകരിക്കുവാൻ കഴിയാത്ത പ്രശ്നം വരുമ്പോൾ അവിടെ നിന്ന് നിങ്ങളെ ശക്തീകരിക്കും. അവിടെ നിങ്ങളെ ജയത്തോടെ നടത്തും. നിങ്ങൾ പരാജയപ്പെടത്തില്ല. പ്രവർത്തിക്കുന്നവൻ, വ്യാപാരം ചെയ്യുന്നവൻ, താലന്തിനെ വ്യാപാരം ചെയ്യുന്ന ഒരു അഭിഷിക്തനും പരാജയപ്പെട്ടു പോകത്തില്ല. വെറുതെ ഇരിക്കുന്നവരിലൂടെ ദൈവത്തിന് ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. എനിക്കൊന്നുമില്ല, എനിക്ക് കഴിയത്തില്ലെന്ന് പറഞ്ഞിരിക്കുന്നവരിലൂടെ ദൈവത്തിനൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. അതിനൊരു ഉത്തമ ഉദാഹരണമാണ്. നോക്കിയേ പത്രോസ് വല നന്നാക്കുകയാണ്. രാത്രി മുഴുവനും അധ്വാനിച്ചു. താൻ ഒരു വലിയൊരു അധ്വാനിയായിരുന്നു. ദൈവം തിരഞ്ഞെടുത്ത പത്രോസിനെ നോക്കി താൻ രാത്രി മുഴുവനും അധ്വാനിച്ചു. എന്നിട്ട് താൻ വല നന്നാക്കുകയാണ്. യേശു തന്നോട് പറഞ്ഞു, പത്രോസേ, വലതുഭാഗത്ത് വലയിറക്കുവാൻ പറയുമ്പോൾ പത്രോസ് അവിടെ നമുക്ക് വാക്യത്തിൽ ഇങ്ങനെ കാണുവാൻ സാധിക്കും, അപ്പോൾ മീൻ പിടിപ്പാനുള്ള സമയമല്ല, മീൻ പിടിപ്പിക്കുന്ന സമയമല്ല. താൻ ക്ഷീണിതനാണ്. വല നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ രീതിയിലും നോക്കുകയാണെങ്കിൽ തനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ താൻ പറയും, കർത്താവേ, അങ്ങയുടെ വാക്കിന് ഞാൻ വലയിറക്കാം. അവിടെ ഒരു ഉത്സാഹം നമുക്ക് കാണുവാൻ കഴിയും. അവിടെ ഒരു വ്യാപാരം. കർത്താവ് നൽകിയതിൽ ഒരു ഉത്സാഹമുള്ളവനായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ചില ഉത്സാഹികളെ ദൈവത്തിന് ആവശ്യമാണ്. വ്യാപാരം ചെയ്യുവാൻ മനസ്സുള്ളവരിലൂടെ ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്യുവാനിടയായിത്തീരും. നിന്റെ പടകിനെ ദൈവം നിറയ്ക്കുന്ന നാളുകളാണ്. നിന്റെ ക്ഷീണം നോക്കാതെ, അവസ്ഥകളെ നോക്കാതെ, നിന്റെ ഇപ്പോഴത്തെ സമയമല്ല, മീൻ പിടിക്കുവാൻ ഇപ്പോൾ സമയമല്ല, എല്ലാമായിക്കോട്ടെ, പക്ഷേ ഏത് സമയത്തും പ്രവർത്തിപ്പാൻ കഴിവുള്ളവനാണ് കൽപ്പിച്ചതെന്ന് മറന്നു പോകരുത്. ഏത് അവസ്ഥയിലും നിന്റെ പടകിനെ നിറപ്പാൻ കഴിവുള്ളവനാണ് നിന്നോട് കൽപ്പിച്ചതെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഏത് അവസ്ഥയും ഏത് കാലാവസ്ഥയും മാറ്റുവാൻ, ചരിത്രത്തിൻ്റെ രേഖയെ മാറ്റുവാൻ കഴിവുള്ളവനാണ് നിന്നോട് കൽപ്പിച്ചതെന്നുള്ള കാര്യം മറന്നു പോകരുത്. അവിടുത്തെ വാക്കിന് നീ വില കൽപ്പിക്കുമെങ്കിൽ, അവിടുത്തെ താലന്തിനെ നീ വ്യാപാരം ചെയ്യുമെങ്കിൽ, ഉത്സാഹത്തോടെ വ്യാപാരം ചെയ്യുമെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നമ്മെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. എവിടെയാണോ നീ നിന്ദിക്കപ്പെട്ടു പോയത്? ശത്രു പറയും, മറ്റുള്ളവർ, മറ്റ് മുക്കുവന്മാർ, മറ്റ് മീൻപിടുത്തക്കാർ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അയ്യോ, പത്രോസ് വീണ്ടും പോയി, വരുന്ന പരാജയം കണ്ട് അവനെ പരിഹസിക്കാം.
എന്ന് നിന്നെ നോക്കി നിൽക്കുന്നവരുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ അഭിഷിക്തന്മാരെ, ദൈവജനമേ, നീ കർത്താവിൻ്റെ വാക്ക് കേട്ട് നീ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിന്നെ പ്രാപ്തനാക്കുന്ന ഒരു ദൈവമുണ്ട്. നീ ലജ്ജിക്കപ്പെട്ടു പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. നീ പരാജയപ്പെട്ടു പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ആർക്കെല്ലാം മനസ്സുണ്ട്, കർത്താവേ അങ്ങ് നൽകിയ താലന്തുകളെ ഞാൻ വ്യാപാരം ചെയ്യുവാൻ ഞാൻ മനസ്സുള്ളവനാണ്, അപ്പാ അവിടെ നിന്ന് എൻ്റെ മേൽ പകർന്ന അഭിഷേകത്തെ ഞാൻ വ്യാപാരം ചെയ്യുവാൻ മനസ്സ് വയ്ക്കുന്നു എന്ന് ആർക്ക് പറയുവാൻ കഴിയും? എങ്കിൽ കർത്താവ് പറയുന്നു, ദൈവം നിങ്ങളുടെ പടകിനെ നിറയ്ക്കുന്ന ദൈവമാണ്. നിങ്ങൾ വെറുതെ മടങ്ങി വരത്തില്ല, നിങ്ങൾ പോയതുപോലെ മടങ്ങി വരത്തില്ല. കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇറങ്ങിയ നീ ലജ്ജിക്കപ്പെട്ടു പോകത്തില്ല. കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്ന നീ ലജ്ജിക്കപ്പെട്ടു പോകത്തില്ല. നിന്നെ പ്രാപ്തനാക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ ബലപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ ജയകരമായി മുൻപോട്ട് നയിക്കുന്ന ഒരു ദൈവം നിന്നോട് കൂടെയുണ്ട്. എന്നെ കേൾക്കുന്ന അഭിഷിക്തന്മാരെ, ദൈവജനമേ, നിങ്ങളെ അനുഗ്രഹിക്കുന്ന, നിങ്ങളുടെ പടകിനെ നിറയ്ക്കുന്ന ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. അവിടുത്തെ വാക്കിന് നിങ്ങൾ വില കൽപ്പിക്കുമെങ്കിൽ നിങ്ങളെ പ്രാപ്തനാക്കുന്ന, നിങ്ങളുടെ ശക്തി കൊണ്ട്, പത്രോസിന്റെ അധ്വാനം കൊണ്ട് തനിക്ക് പ്രാപ്തനാകുവാൻ കഴിഞ്ഞില്ല. തൻ്റെ രാം മുഴുവനും താൻ അധ്വാനിച്ചത് കൊണ്ട് തൻ്റെ പടകിനെ തനിക്ക് നിറയ്ക്കുവാൻ കഴിഞ്ഞില്ല. താൻ ക്ഷീണിതനാകെ തീർന്നതേ ഉള്ളൂ. പക്ഷേ നമ്മെ പ്രാപ്തനാക്കുന്ന, നമ്മെ മാനിക്കുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവിടെ നമ്മെ വഴിയിൽ വിട്ടേച്ച് പോകുന്ന ദൈവമല്ല. നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തൻ. എത്ര പേർ വിശ്വസിക്കുന്നു? അവിടെ നിന്ന് നമ്മെ വിളിച്ചുവെങ്കിൽ നിങ്ങളുടെ പടകിനെ നിറയ്ക്കുന്ന ദൈവമാണ്. അവിടെ നിങ്ങളുടെ പടകിനെ നിറയ്ക്കുന്ന ദൈവമാണ്. ദൈവത്തിന്റെ വചനം കേൾക്കുന്ന അഭിഷിക്തന്മാരെ, ദൈവജനമേ, നിങ്ങളുടെ പടകിനെ നിറപ്പാൻ കഴിവുള്ള പ്രാപ്തനത്ര നിങ്ങളെ വിളിച്ചത്. നിങ്ങളെ വെറുതെ വിട്ടേക്കുന്ന ദൈവമല്ല. നിങ്ങളെ വെറുതെ വിട്ടേക്കുന്ന ദൈവമല്ല. നിങ്ങൾ എവിടെയാണ് ലജ്ജിക്കപ്പെട്ടു പോയത്? എവിടെയാണ് നിങ്ങൾ തല താണു പോയത്? നിങ്ങളെ മാനിക്കുന്ന ദൈവം. വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, those who honor me I will honor them. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കാം. വിശ്വസിക്കുന്നുണ്ടോ? ദൈവത്തെ മാനിക്കുന്നവരെ, നിങ്ങളെ മാനിക്കുന്നത് മനുഷ്യരല്ല, നിങ്ങളെ മാനിക്കുന്നത് മനുഷിക കരങ്ങളല്ല നിങ്ങൾക്ക് മാന്യത നൽകുന്നത്. വേദപുസ്തകം പറയുന്നു, എന്നെ മാനിക്കുന്നവനെ. ദൈവം പറയുന്നു, സാക്ഷാൽ സർവശക്തനായ ദൈവം പറയുന്നു, ജീവനുള്ള ദൈവം പറയുന്നു, ജീവിപ്പിക്കുന്ന ദൈവം പറയുന്നു, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. എന്നെ ആർ മാനിക്കുന്നുവോ ആർക്ക് ദൈവത്തിൻ്റെ വാക്കിനെ മാനിക്കാൻ കഴിയും? പത്രോസിൻ ജനാവലിയുടെ മുൻപിൽ യേശുവിനെ ഫോളോ ചെയ്യുന്ന, യേശുവിനെ പിൻപറ്റുന്ന ഒരു വലിയ ജനസമൂഹമുണ്ട്. പത്രോസിനെ കളിയാക്കുവാൻ വേണ്ടി നിൽക്കുന്ന ഒരു സമൂഹമുണ്ട്. പത്രോസിന് സ്നേഹിതരുണ്ട്. യേശുവിനെ അനുഗമിച്ച ചില സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. ഒരു വലിയൊരു ജനസമൂഹമുണ്ട് കടൽക്കരയിൽ. ഇവരെല്ലാം നോക്കി നിൽക്കെ പത്രോസ് യേശുവിൻ്റെ വാക്കിനെ മാനിച്ചു. യേശുവിൻ്റെ വാക്കിനെ വില കൽപ്പിച്ചു. യേശുവിൻ്റെ വാക്കിനെ താൻ മാനിച്ചു. എങ്കിൽ ഞാൻ പറയാം, നിന്റെ പടകിനെ നിറയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. നീ ദൈവത്തിൻ്റെ മാനിച്ചുവെങ്കിൽ നീ ലജ്ജിക്കപ്പെട്ടു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ മുഖം പാട് പോകുവാൻ, നിന്റെ മുഖം വാടിപ്പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയ അഭിഷിക്തന്മാരെ, ദൈവജനമേ, നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. വിശ്വസ്തൻ. നമ്മെ വിളിച്ച ദൈവം പ്രാപ്തനായ ദൈവം. എല്ലാവർക്കും ഒന്ന് പറയാമോ? നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അന്തരംഗത്തിൽ നിന്ന് പറഞ്ഞ്, എന്നെ വിളിച്ച ദൈവം പ്രാപ്തനായ ദൈവം. എന്നെ വിളിച്ച ദൈവം, എന്നെ അഭിഷേകം ചെയ്ത ദൈവം പ്രാപ്തനായ ദൈവം. എൻ്റെ കുടുംബത്തെ അനുഗ്രഹിപ്പാൻ പ്രാപ്തൻ. എന്നെ അനുഗ്രഹിപ്പാൻ, എൻ്റെ വിഷയത്തിന് പകരം എൻ്റെ വിഷയത്തിൻ്റെ മേൽ പ്രവർത്തിപ്പാൻ പ്രാപ്തനായ ദൈവം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ആവശ്യങ്ങളുടെ മേൽ പ്രവർത്തിപ്പാൻ പ്രാപ്തനായ ദൈവം. എന്നെ കേൾക്കുന്ന അഭിഷിക്തന്മാരെ, ദൈവജനമേ, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിവുള്ള ദൈവത്തെയാണ് നിങ്ങൾ സേവിക്കുന്ന ദൈവം. നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ പ്രവർത്തിപ്പാൻ പ്രാപ്തനായ ദൈവത്തെ അത്രേ. നിങ്ങളെ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനായ ദൈവത്തെയാണ് നിങ്ങൾ സേവിക്കുന്ന ദൈവം. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. പ്രൈസ് ദി ലോർഡ്. 5 താലന്തും 2 താലന്തും ലഭിച്ചവൻ വ്യാപാരം ചെയ്തു. അവർക്ക് ദൈവം നൽകിയ പേരാണ് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമുക്ക് പ്രാപ്തിക്കൊത്തവണ്ണം നമ്മെ പ്രാപ്തരാക്കുന്ന ദൈവം. നാം ഇന്ന് ഈ നാളുകളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുമെങ്കിൽ ദൈവം നിങ്ങളെക്കുറിച്ച് പറയട്ടെ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന വിളിക്ക് നാം ഓഹരിക്കാരായി തീരട്ടെ.
പ്രാർത്ഥിക്കട്ടെ. നമ്മെ ദൈവത്തിൻ്റെ കരങ്ങൾ നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. അവിടുന്ന് നമ്മെ പ്രാപ്തനാക്കട്ടെ. എവിടെയാണ് നീ ബലഹീനപ്പെട്ടു പോയത്? എവിടെയാണ് നിന്റെ മുഖം വാടിപ്പോയത്? എവിടെയാണ് നിന്റെ മുഖം താണുപോയത്? നീ ലജ്ജിക്കപ്പെട്ടു പോയത്? ആ സ്ഥാനത്ത് നിന്നെ മാനിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിന്റെ തല ഉയർത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിന്നെ പ്രാപ്തനാക്കുവാൻ. നീ കഴിവില്ലാത്തവനാണ്, ഇവന് കഴിവില്ല, ഇവൻ രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞ് സമൂഹം നിന്നെ മാറ്റി നിർത്തിയിരിക്കാം. പക്ഷേ ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുന്ന ദൈവപൈതലേ, നിന്നെ കഴിവുള്ളവനാക്കി, നിന്നെ പ്രാപ്തനാക്കി. എവിടെ നീ അപമാനിക്കപ്പെട്ടുവോ, എവിടെ നിന്റെ മുഖത്തെ നീ ലജ്ജിക്കപ്പെട്ടുവോ, ആ സ്ഥാനത്ത് നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ സ്ഥാനത്ത് നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. വേദപുസ്തകത്തിൽ ഇങ്ങനെ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മെ പ്രാപ്തനാക്കുന്ന ദൈവം, നമ്മെ ബലപ്പെടുത്തുന്ന ദൈവം. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം നാം വായിക്കുമ്പോൾ 3-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നു: ദൈവം നമ്മെ പ്രാപ്തനാക്കുന്ന ദൈവം. വാക്യം ഒന്ന് വായിക്കാം. 3-ന്റെ നിന്ന് തന്നെ വരും പോലെ സ്വയമായി വല്ലതും 2 കൊരിന്ത്യർ 3-ാം അധ്യായം 5-6 വാക്യങ്ങൾ. ഞങ്ങളിൽ നിന്ന് തന്നെ വരും പോലെ സ്വയമായി വല്ലതും സങ്കൽപ്പിപ്പാൻ ഞങ്ങൾ പ്രാപ്തരെന്നല്ല, ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിന്റെ ദാനമത്രേ. ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിന്റെ ദാനമത്രേ. എത്ര പേർക്ക് പറയാൻ കഴിയും? ഇത് ഗിഫ്റ്റ് ഓഫ് ഗോഡ്. എന്നെ ശക്തനാക്കുന്ന എൻ്റെ പ്രാപ്തി ദൈവത്തിന്റെ ദാനമാണ്. പൗലോസ് പറയുന്നു, ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിന്റെ ദാനമാണ്. അടുത്ത വാക്യത്തിൽ എന്താ വായിച്ചേ? അവൻ ഞങ്ങളെ പുതു നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിന്റെ ശുശ്രൂഷകന്മാരത്രേ. അക്ഷരം കൊല്ലുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മെ പ്രാപ്തനാക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. നമ്മെ ശക്തനാക്കുന്ന ദൈവം, നമ്മെ പ്രാപ്തിയുള്ളവരാക്കി തീർക്കുന്ന ദൈവം. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. നമ്മെ പ്രാപ്തിയുള്ളവരാക്കി തീർക്കുന്ന ദൈവം. എവിടെയാണ് നീ പ്രാപ്തിയില്ലാത്തവനായി തീർന്നത്? എവിടെയാണ് നീ ലജ്ജിക്കപ്പെട്ടു പോയത്? വേദപുസ്തകം പറയുന്നു, പൗലോസ് പറയുന്നു, ഇത് ദൈവത്തിന്റെ ദാനമാണ് എന്നെ പ്രാപ്തനാക്കിയത്. ദൈവത്തിന്റെ ദാനമാണ് എന്നെ ശക്തനാക്കിയത്. ദൈവമാണ് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. നിങ്ങളെ പ്രാപ്തനാക്കുന്ന ഒരു ദൈവമുണ്ട് പ്രിയരെ. നിങ്ങളെ ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളുടെ തല ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. എവിടെയാണോ നിങ്ങൾ ലജ്ജിക്കപ്പെട്ടു പോയത്, ദൈവസന്നിധിയിൽ നിങ്ങൾ വിശ്വസ്തയോടെ നിൽക്കുമെങ്കിൽ, എന്നെ കേൾക്കുന്ന അഭിഷിക്തന്മാരെ, പ്രിയ ദൈവജനമേ, നിങ്ങളെ പ്രാപ്തനാക്കുന്ന പൗലോസ് പറയുന്നു, ഇത് ദൈവത്തിന്റെ ദാനമാണ്. ഇത് ദൈവത്തിന്റെ ദാനമാണ്. ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, ഞങ്ങളുടെ കഴിവല്ല ഞങ്ങൾ പ്രാപ്തരായത്. ഞങ്ങൾ പലപ്പോഴും തകർന്നു പോകേണ്ടവരായിരുന്നു, ഞങ്ങൾ നശിച്ചു പോകേണ്ടവരായിരുന്നു, ഞങ്ങൾ തോറ്റു പോകേണ്ടവരായിരുന്നു, ഞങ്ങൾ ലജ്ജിക്കപ്പെട്ടു പോകേണ്ടവരായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ ദാനമാണ്, ദൈവത്തിന്റെ ദാനമാണ്. ഞങ്ങൾ തോറ്റു പോകേണ്ട സ്ഥാനത്ത്, ഞങ്ങൾ വീണു പോകേണ്ട സ്ഥാനത്ത് ദൈവം ഞങ്ങളെ പ്രാപ്തരാക്കി. ഇത് ദൈവത്തിന്റെ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ഇത് ദൈവത്തിന്റെ ദാനമാണ്. ഞങ്ങൾ പലപ്പോഴും രോഗികളായി പോകേണ്ട സ്ഥാനത്ത്, കുടുംബം തകർന്നു പോകേണ്ട സ്ഥാനത്ത്, എന്നെ കേൾക്കുന്ന പ്രിയഭിഷിക്തന്മാരെ, ദൈവജനമേ, നമുക്കും അത് പറയുവാൻ കഴിയുമല്ലോ. നമ്മുടെ ജീവിതത്തെ നോക്കി നമുക്ക് പറയുവാൻ കഴിയും, നമ്മെ നടത്തിയത്, നമ്മെ പ്രാപ്തനാക്കിയത് സർവശക്തന്റെ കരമല്ലേ? നമ്മെ നിർത്തിയത് സർവശക്തന്റെ കരമല്ലേ? നാം പലപ്പോഴും വീണു പോകേണ്ട സ്ഥാനത്ത് ആ ദൈവത്തിന്റെ ദാനമല്ലേ നമ്മെ പ്രാപ്തനാക്കിയത്? നാം ലജ്ജിക്കപ്പെട്ടു പോകേണ്ട സ്ഥാനത്ത്, നാം തോറ്റുപോയി എന്ന് സ്വയമായി നമ്മെക്കുറിച്ച് നാം തന്നെ വിധി എഴുതിയ സ്ഥാനത്ത്, ഞാൻ പരാജയപ്പെട്ടു പോയി, എനിക്കിനി ജയമില്ല, എനിക്കിനി മുൻപോട്ട് പോകുവാൻ സാധ്യമല്ല, യാതൊരു വഴികളും ഞാൻ കാണുന്നില്ല, എനിക്ക് മുൻപോട്ട് എൻ്റെ വഴികളെല്ലാം അടഞ്ഞുപോയി എന്ന് നാം തന്നെ നമ്മെക്കുറിച്ച് വിധി എഴുതിയപ്പോൾ, നാം തന്നെ പരാജിതരെന്ന് പറഞ്ഞപ്പോൾ, നമ്മെ ശക്തീകരിച്ചൊരു ദൈവമുണ്ട്. നമ്മെ പ്രാപ്തനാക്കിയ ദൈവം, നമ്മെ ബലപ്പെടുത്തിയ ദൈവം. ആ സർവശക്തൻ
പറയുകയാണ്, അവിടുന്ന് സകലത്തിലും പ്രാപ്തനാണ്. അവിടുന്ന് നിങ്ങളെ പ്രാപ്തനാക്കുവാൻ. പ്രിയ ദൈവപൈതലേ, ദൈവത്തിൻ്റെ വാക്ക് കേട്ട് നീ ഇറങ്ങി തിരിച്ചുവെങ്കിൽ, നീ ദൈവത്തിൻ്റെ ആലോചന കേട്ട് നീ ഇറങ്ങി തിരിച്ചുവെങ്കിൽ നീ ലംഘിക്കപ്പെട്ടു പോകത്തില്ല. എത്ര പേർക്ക് ഒന്ന് സമർപ്പിക്കുവാൻ കഴിയും? ഈ ആലോചനയുടെ മുമ്പിൽ നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാമോ? അവിടുന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ പ്രവർത്തിക്കട്ടെ, നമ്മുടെ ശൂന്യതകളുടെ മേൽ പ്രവർത്തിക്കട്ടെ. എവിടെയാണോ നീ ലംഘിക്കപ്പെട്ടു പോയത്, എവിടെയാണോ നീ ഒറ്റപ്പെട്ടു പോയത്, പ്രിയ അഭിഷിക്തന്മാരെ, ദൈവജനമേ, ദൈവത്തിൻ്റെ കരുത്തിന് നിന്നെ മാനിക്കുവാൻ പദ്ധതിയുണ്ട്. നിന്റെ ശൂന്യതകളെ മാറ്റുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിന്നെ പ്രാപ്തനാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിന്നെ പ്രാപ്തനാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങളെ തന്നെ ഒന്ന് ദൈവകരങ്ങളൊന്ന് സമർപ്പിക്കാമോ? കഥയോവേ, എന്നെ ഒന്ന് പ്രാപ്തനാക്കണമേ എന്ന് പറയാമോ? കർത്താവേ, എന്നെ പ്രാപ്തനാക്കണമേ. അവിടുത്തെ കൃപയാൽ എന്നെ ഒന്ന് പ്രാപ്തനാക്കണമേ. അപ്പോൾ അവിടുത്തെ കൃപയാൽ എന്നെ ഒന്ന് പ്രാപ്തനാക്കണമേ. അപ്പാ, എൻ്റെ കഴിവ് കൊണ്ടല്ലപ്പാ, അവിടുത്തെ കൃപ എനിക്ക് ആവശ്യമാണ്. അവിടുത്തെ കൃപ എനിക്ക് ആവശ്യമാണ്. പൗലോസിനെ പ്രാപ്തനാക്കിയതുപോലെ എന്നെ ഒന്ന് പ്രാപ്തനാക്കണമേ എന്ന് എത്ര പേർക്ക് പറയുവാൻ സാധിക്കും? എത്ര പേർക്ക് ദൈവത്തിൻ്റെ കരങ്ങളൊന്ന് സമർപ്പിക്കുവാൻ സാധിക്കും? എന്നെ പ്രാപ്തനാക്കണമേ കർത്താവേ, എന്നെ ഒന്ന് പ്രാപ്തനാക്കണമേ, എന്നെ ഒന്ന് പ്രാപ്തനാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, പൗലോസ് പറയുന്നു, 2 കൊരിന്ത്യർക്ക് ലേഖനത്തിൽ നാം വായിച്ചതുപോലെ 3-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ് ലേഖനത്തിൽ, അവൻ ഞങ്ങളെ പുതുനിയമത്തിന്റെ ശുശ്രൂഷകന്മാരാകുവാൻ. എന്നെ കേൾക്കുന്ന പ്രിയ വിശുദ്ധന്മാരെ, ദൈവജനമേ, ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാകുവാൻ. ഞങ്ങൾ പ്രാപ്തിയുള്ളവരായിരുന്നില്ല ഈ നിയമത്തിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ. ദ ന്യൂ ടെസ്റ്റ്മെന്റ് കവനന്റ്, പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ, ദ മിനിസ്ട്രി ഓഫ് ദ ന്യൂ ടെസ്റ്റ്മെന്റ്, പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങൾ പ്രാപ്തരല്ല, ഞങ്ങൾ അപാത്രരായിരുന്നു. പക്ഷേ ഞങ്ങളെ പ്രാപ്തരാക്കിയ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ വേദപുസ്തകം അങ്ങനെ പറയുന്നു. ഞങ്ങളെ പ്രാപ്തനാക്കിയ ദൈവം. ആ വാക്യം ഒന്ന് വായിച്ചേ. അവൻ ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി. പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കി. പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കി. അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല, ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? ആത്മാവിന്റെ ശുശ്രൂഷകന്മാരത്രേ, അക്ഷരത്തിന്റെ അല്ല. പ്രൈസലോ, വിശ്വസിക്കുന്നവർക്കൊന്ന് ദൈവത്തെ സ്തുതിക്കാം. അക്ഷരത്തിന്റെ ശുശ്രൂഷയല്ല, ആത്മാവിന്റെ ശുശ്രൂഷ ദൈവം നൽകുവാൻ ആഗ്രഹിക്കുന്നു. അക്ഷരത്തിൻ കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. അർത്ഥവാക്യത്തിൽ എന്താ പറയുന്നത്? അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന, നമ്മെ ബലപ്പെടുത്തുന്ന, അക്ഷരം കൊണ്ടല്ല, നമ്മുടെ ശക്തിയല്ല, ബുദ്ധി കൊണ്ടല്ല, നാം പഠിച്ച ജ്ഞാനം കൊണ്ടല്ല. പ്രത്യുത വേദപുസ്തകം പറയുന്നു, അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. നമ്മെ പ്രാപ്തനാക്കുന്ന, നമ്മെ ബലപ്പെടുത്തുന്ന, നമ്മെ ശക്തീകരിക്കുന്ന. അക്ഷരം കൊല്ലുന്നു, ആത്മാവിന്റെ ശക്തിയാൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ. പ്രിയദൈവത്തിലെ നമ്മെ പ്രാപ്തനാക്കുന്ന ആത്മാവിന്റെ ശക്തി, നമ്മെ ശക്തീകരിക്കുന്ന, നമ്മെ ബലമുള്ളവരാക്കി തീർക്കുന്ന. നാം അക്ഷരം കൊല്ലുമ്പോൾ, നാം അശക്തരാകുമ്പോൾ, നാം തകർക്കപ്പെടുമ്പോൾ, പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവത്തിന്റെ വാക്ക് കേട്ട് ഇറങ്ങിയ ദൈവത്തിലെ നിന്നെ ബലപ്പെടുത്തുന്ന ആത്മാവ്, പരിശുദ്ധാത്മാവ്, ആത്മാവ് നിന്നെ പ്രാപ്തനാക്കാൻ പോവുകയാണ്. ചില മേഖലകളിൽ നിന്നെ പ്രാപ്തനാക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ആത്മാവിന്റെ മുൻപിൽ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാം. അവിടെ നമ്മെ പ്രാപ്തനാക്കട്ടെ, നമ്മെ ശക്തീകരിക്കട്ടെ, നമ്മെ ബലപ്പെടുത്തട്ടെ. യേശുവെ, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടയ്ക്കാം. നമുക്ക് ദൈവം നമ്മെ തന്നെ പൂർണ്ണമായി ഒന്ന് സമർപ്പിക്കാം. വചനത്തിന് നമ്മെ സമർപ്പിക്കാം. പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തട്ടെ, നമ്മെ പ്രാപ്തരാക്കട്ടെ. യേശുവെ, അങ്ങനെ സംഭവിക്കട്ടെ. ലൈവിലൂടെ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന പ്രിയ ദൈവജനത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ആത്മാവ് അവരെ പ്രാപ്തരാക്കുന്നതിനായി സ്തോത്രം. വീണ്ടും ശക്തിയോടെ കർത്താവേ, ഇരട്ടി ആത്മാവിന്റെ ശക്തിയോടെ അങ്ങയ്ക്ക്
വേണ്ടി പ്രയോജനപ്പെടുവാൻ യേശുവെ അവിടുന്ന് ചില ആത്മാവിൻ്റെ കൃപാവരങ്ങളാൽ അവരെ നിറയ്ക്കുന്നതിനായി സ്തോത്രം. ലൈവിലൂടെ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ദൈവജനത്തിനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവിടെ നിന്ന് ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം, അവിടെ നിന്ന് ശക്തീകരിക്കുന്നതിനായി സ്തോത്രം. ആത്മാവിൻ്റെ ശക്തിയോടെ കർത്താവെ, ബുദ്ധി കൊണ്ടല്ല, ജ്ഞാനം കൊണ്ടല്ല, മാനുഷിക വാക്കുകൾ കൊണ്ടല്ല, ആത്മാവിൻ്റെ ശക്തിയോടെ, ആത്മാവിൻ്റെ ബലത്തോടെ അങ്ങയുടെ വേല ചെയ്യുവാൻ സ്വർഗം അങ്ങ് ഇടയാക്കുന്നതിനായി സ്തോത്രമപ്പ. എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ, എല്ലാ ശത്രുവിൻ്റെ കോട്ടകളും തകർന്നു മാറട്ടെ. അവിടെ നിന്ന് ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം കർത്താവെ. ലൈവിലൂടെ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ദൈവജനത്തിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ കരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പ, വചനപ്രകാരം സ്വർഗം അവിടെ നിന്ന് പ്രാപ്തനാക്കണമേ. ദാനിയേലിന് വേണ്ടി കർത്താവെ അവിടുന്ന് ദൈവസിംഹത്തിൻ്റെ വായടച്ചതുപോലെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് അത്ഭുതങ്ങളെ ചെയ്യുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുന്നതിനായി സ്തോത്രം കർത്താവെ. എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവജനം കേൾക്കുന്ന ദൈവജനത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഞങ്ങളെ മുറ്റുമായി സമർപ്പിക്കുന്നു. താഴ്ത്തി സമർപ്പിക്കുമ്പോൾ ക്രിസ്തു യേശു മൂലം പ്രാർത്ഥന കേൾക്കുന്ന നല്ല പിതാവേ, അമ്മേൻ. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കൂടെ എല്ലാവർക്കും യേശു ക്രിസ്തു നാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേക ഇതിലേക്ക് ക്ഷണിച്ച പ്രിയ കർത്തദാസി റോസലിൻ, അവർകളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ നാമത്തിലുള്ള നന്ദി, നിങ്ങളുടെ സ്നേഹത്തെ അറിയിക്കുന്നു. മേ ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ ഇനിയും പ്രാപ്തരാക്കട്ടെ. അമ്മേൻ, അമ്മേൻ.